പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധമായ വിനയം, എളിയ ഹൃദയങ്ങൾ എന്ന വിഷയത്തെ പറ്റിയാണ്. യൂട്യൂബിൽ വിശ്വാസികൾ പരസ്പരം വിമർശിക്കുന്നതും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നതും കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഭാരപ്പെട്ടു. യുദ്ധവും ദുരിതവും കൊണ്ട് മുറിവേറ്റ ഈ ലോകത്ത് ശാന്തമായ ഹൃദയങ്ങൾക്കും ക്ഷമയ്ക്കും ദൈവത്തിലേക്കുള്ള മടങ്ങിപ്പോക്കിനും വേണ്ടിയുള്ള വിനീതമായ ഒരു അപേക്ഷയാണിത്. പ്രിയപ്പെട്ട ദൈവദാസരെ, ക്രിസ്തുവിൻ്റെ സഭയെ സേവിക്കുന്ന എല്ലാവരോടുമുള്ള ആഴമായ ആദരവോടും വിനയത്തോടും കൂടി വേദനിക്കുന്ന ഒരു ഹൃദയത്തോടെയാണ് ഞാൻ ഇത് പറയുന്നത്. ലോകത്തിന് ക്രിസ്തുവിൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കാനാണ് സഭ നിലകൊള്ളുന്നത്. ആത്മീയ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായ തർക്കങ്ങളായി മാറുമ്പോൾ അനേകം വിശ്വാസികളുടെ ഹൃദയങ്ങൾ ഇടറുന്നു. നമ്മുടെ കർത്താവ് തന്നെ നമുക്ക് മറ്റൊരു വഴി കാണിച്ചു തന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ അവിടുത്തെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് ഉച്ചത്തിലുള്ള കുറ്റപ്പെടുത്തലുകളല്ല നടത്തിയത്, മറിച്ച് ജ്ഞാനത്തോടും കരുണയോടും കൂടി ഇങ്ങനെ പറഞ്ഞു: നിങ്ങളിൽ പാപമില്ലാത്തവർ അവൾക്കെതിരെ ആദ്യത്തെ കല്ലെറിയട്ടെ. യോഹന്നാൻ 8:7. കുറഞ്ഞ വാക്കുകളിലൂടെ അവിടുന്ന് അന്തസ്സ് വീണ്ടെടുക്കുകയും അഹങ്കാരത്തെ തുറന്നു കാട്ടുകയും ഓരോരുത്തർക്കും കരുണ ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തിരുവെഴുത്തുകൾ ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർമ്മിപ്പിക്കുന്നു. അവർ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കണം, തങ്ങളുടെ ദൈവത്തിന്റെ നാമം അശുദ്ധമാക്കരുത്. ലേവ്യ പുസ്തകം 21:6. പൗരോഹിത്യവും ആത്മീയ നേതൃത്വവും വിശുദ്ധമായ ഉത്തരവാദിത്തങ്ങളാണ്. എന്നിരുന്നാലും വലിയ നേതാക്കൾ പോലും വീണുപോകാമെന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പത്രോസ് ക്രിസ്തുവിനെ ധീരമായി ഏറ്റുപറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 16:16. എന്നാൽ പിന്നീട് 3 തവണ തള്ളിപ്പറഞ്ഞു. എന്നിട്ടും നമ്മുടെ കർത്താവ് അവനെ കൃപയോടെ പുനഃസ്ഥാപിക്കുകയും എൻ്റെ ആടുകളെ മേയിക്കുക എന്ന വാക്കുകളാൽ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു. സഭ നിലനിൽക്കുന്നത് മാനുഷികമായ പൂർണ്ണതയിലല്ല, മറിച്ച് വിനയത്തിലും പശ്ചാത്താപത്തിലും ക്ഷമയിലുമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാ ആദരവോടും കൂടി ബന്ധപ്പെട്ട എല്ലാവരോടും എൻ്റെ വിനീതമായ അപേക്ഷ ഇതാണ്: നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ശാന്തമാക്കാം, പരസ്യമായ കലഹങ്ങളിൽ നിന്ന് പിന്മാറാം. ഹിസ്കിയാ രാജാവ് തനിക്ക് ലഭിച്ച ഭീഷണിക്കത്ത് ദൈവാലയത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ പരാതികൾ ദൈവത്തിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ സമർപ്പിക്കാം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു: കോപിക്കുവീൻ, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടു നിൽക്കരുത്. എഫേസ്യ ലേഖനം 4:26. നേതൃത്വം നൽകുന്നവർക്കിടയിൽ ഭിന്നതയല്ല, മറിച്ച് ഐക്യമാണ് വിശ്വാസികൾ കാണേണ്ടത്. അതിനായി ക്ഷമയും വിനയവും ഓരോ തീരുമാനത്തെയും നയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, അങ്ങ് കുരിശുമരണത്തോളം സ്വയം താഴ്ത്തിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനും സേവിക്കാനും ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങയുടെ സഭയെയും അതിൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന എല്ലാവരെയും കരുണയോടെ നോക്കണമേ. ബാവാമാർക്കും മെത്രാപ്പോലീത്തന്മാർക്കും വൈദികർക്കും എല്ലാ വിശ്വാസികൾക്കും ജ്ഞാനം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അഹങ്കാരവും കോപവും തെറ്റിദ്ധാരണകളും നീക്കി വിനയവും ക്ഷമയും സമാധാനവും നിറയ്ക്കണമേ. വിശുദ്ധ പത്രോസിനെ അങ്ങ് പുനഃസ്ഥാപിച്ചതുപോലെ അങ്ങയുടെ ദാസന്മാർക്കിടയിൽ സമാധാനവും ഐക്യവും വീണ്ടെടുക്കണമേ. എല്ലാ തർക്കങ്ങളും സത്യത്തിലും സ്നേഹത്തിലും പരിഹരിക്കപ്പെടുമാറാകണമേ. അങ്ങയുടെ പരിശുദ്ധ നാമം സഭയിൽ മഹത്വപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നവനുമാകയാൽ സൃഷ്ടിക്കുന്നവനായി ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ,
നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.